ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്, 3-ാമത്തെ എപ്പിസോഡായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആട്ടുകുട്ടിയെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൈപ്പിചിലോടുകൂടി ഭക്ഷിക്കുക, കഷ്ടതയോടുകൂടി ഭക്ഷിക്കുക. ഭക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യുക? കാലിന് ചെരുപ്പിടുക, കയ്യിൽ വടി പിടിക്കുക. ഹല്ലേലൂയ. അരകെട്ടുക. അരകെട്ടി കാലിന് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിക്കുന്നത് പഴയ നിയമത്തിലെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു യാത്രികന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പുറപ്പാട് 12:11 കാണാൻ കഴിയും. ഇത് പുതിയ നിയമത്തിൽ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ദൈവവേദനായി തീർന്നാൽ ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നിന്ന് യാത്ര ചെയ്ത് നിത്യതയിലേക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഞാൻ നിങ്ങളുടെ സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെയൊക്കെ ചേർത്തുള്ളൂ. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ അവസ്ഥയിലേക്ക്, ക്ഷയം മാറ്റം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം, അത് പ്രാപിക്കാനുള്ള യാത്രികനാണ് നമ്മൾ. നമ്മളൊരു യാത്രികനാണ്, യാത്രക്കാരനാണ്, ഒരു പരദേശി യാത്രക്കാരനാണ് നമ്മൾ. പിൽഗ്രിംസ്, പരദേശി മോക്ഷയാത്ര. ഹല്ലേലൂയ. ഇടുമില്ലേതുമിൽ ഒന്നുമില്ലേ ലോകത്തിൽ നിനക്കെന്നോർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും. ഇവിടെ വീടുമില്ല, ഇവിടെ കൂടുമില്ല. കുറച്ച് നാൾക്ക് വെയിൽ കൊള്ളാതിരിക്കാം, മഴ കൊള്ളാതിരിക്കും, ഒരു കൂടാരം തന്നെ. അബ്രഹാമിന് ആ വെളിവുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടാരത്തിൽ പാർത്തു, കോടീശ്വരനായിട്ട്. എന്നാൽ കൂടെ വളർന്നവനോ വീടൊക്കെ ഉണ്ടാക്കി, ഏക്കർ കണക്കിന് പേരിക്കൂട്ടി, കരമടച്ച് സുഖിച്ച് പൊളച്ച് കോടിക്കണക്കിനുണ്ടാക്കി മുട്ടു. അതിനെന്താ പറ്റി? അവനുണ്ടാക്കിയത് മുഴുവൻ സ്വർഗത്തിന് തീ ഇറങ്ങി. പെണ്ണുപിള്ളോട് പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു ദൂതൻ, പുറകോട്ട് നോക്കരുത് പറഞ്ഞു. പുറകോട്ട് നോക്കി ഉപ്പു തൂണായി ഭവിച്ചു. കർത്താവ് ആ സ്ത്രീയെക്കുറിച്ചൊരു വലിയ പ്രസംഗം ഒറ്റ വാക്കിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ ആ പ്രസംഗം എന്താ? റിമെമ്പർ ലോട്ട്സ് വൈഫ്, ലോത്തിൻ്റെ ഭാര്യ ഓർത്തുള്ള. അച്ഛനുണ്ടാക്കിയതെല്ലാം ഇട്ടിറങ്ങി ഓടേണ്ടി വന്ന ഹതഭാഗ്യ. അച്ഛന്മാരുണ്ടാക്കി വീട് മുഴുവൻ നിറച്ച് വെച്ചേക്കുമ്പോൾ അമ്മമാർ ശ്രദ്ധിച്ചോണം, ഇതൊക്കെ വിട്ടുവിടുന്ന് ഓടേണ്ടതാണെന്ന്. ഇതിന്മേലൊന്നും ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. ബാങ്കിൽ കിടക്കുന്ന പണത്തിൽ നമ്മുടെ ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല, ആശ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അത് ഉണ്ടാകുമെന്ന കർത്താവ് പഠിപ്പിച്ചേ. ഇതിൻ്റെ നിക്ഷേപം ഒരിടത്തിൻ്റെ ഹൃദയം വിധിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് നിക്ഷേപം ഉണ്ടാകരുത് പറഞ്ഞത്. കള്ളന്മാർ തുറന്ന് ഭക്ഷിക്കുന്ന, പുഴുവരിക്കുന്ന, തുരുമ്പെടുക്കുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ തുറന്ന് ഭക്ഷിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി. കർത്താവ് പറഞ്ഞാൽ എന്ത് വില? പുല്ലുവില. അച്ഛനും അമ്മാമ്മയും മക്കളെല്ലാം കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണത് എന്താ? ദൈവം ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചു. ഇല്ല, തെറ്റിപ്പോയി. ആടി പടലം തെറ്റിപ്പോയി. ഈ ദൂത് കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ഭൗതികം, നമ്മൾ വാരിക്കൂരി സ്വരൂപിക്കുന്ന യന്ത്രസാമഗ്രികൾ, അതിലൊക്കെ നമ്മുടെ ആശയം വീട് പോരുത്. നമ്മുടെ ആഗ്രഹം അതിനോടാകരുത്, നമ്മുടെ താല്പര്യം അതിനോടാകരുത്. ഒരു കാറ് വേണം നമുക്ക് പോകാൻ, അതൊരു 3-4 ലക്ഷം രൂപയുടെ ഒരു കാറുണ്ടെങ്കിൽ ഓക്കെ. അത് BMW തന്നെ ആകണമെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റികൾ കൊണ്ട് കിടക്കുന്ന 3 കോടി 5 കോടി 6 കോടി, എനിക്ക് സങ്കടം തോന്നിപ്പോയി ഇതിലൂടെയൊക്കെ ഇത് കണ്ടിട്ട്. കാരണം ഭൗതികത്തിൽ പിശാച് അവരെ കുഴച്ച് മറിച്ചിട്ടിരിക്കുക. കിട്ടുന്ന കാശ് കൂടി കൂട്ടി വെച്ച് 3 കോടി 4 കോടി 5 കോടി, ഒരുത്തം 13 കോടിയുടെ കാറാണ് മേടിച്ചത്. ഞാൻ മേടിച്ചേക്കുന്ന 1 ലക്ഷം രൂപയുടെ ഒരു കാറാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടുക ചെയ്യുന്നു. ചൂടെന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്ന് യാചിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. കാരണം അതുപോലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഒരു കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു യഥാർത്ഥ ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം. കാശുണ്ടാക്കലല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. പ്രസംഗിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറൊന്നും പ്രസംഗത്തിൽ ആരും കൊടുക്കരുത്. എൻ്റെ ഒരു അപേക്ഷ, റിക്വസ്റ്റാണ്, കൽപ്പനയൊന്നുമില്ല. നമ്മുടെ പ്രസംഗത്തിൻ്റെ അടിയിൽ ബാങ്കുകളുടെ അക്കൗണ്ടിൽ ബാങ്ക് നമ്പർ ഇതാണെന്നൊന്നും ആരും കൊടുക്കരുത്. അതൊക്കെ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല പ്രയോഗങ്ങളാണെന്ന് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസം പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. നമുക്ക് ആവശ്യമുള്ള നന്മ സ്വർഗീയ പിതാവ് തന്നോളും. അതിനുവേണ്ടിയുള്ള അക്രാന്തവും അതിനുവേണ്ടിയുള്ള കൗശല പ്രയോഗങ്ങളും
ദൈവദാസന്മാർക്ക് പാടില്ല. ദാറ്റ് ഈസ് ഗ്രേറ്റ് സിൻ. ആ ചെറിയ പാപം വളർന്ന് 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 മോഹങ്ങളായി വളർന്ന് വളർന്ന് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപം മുടിച്ചിട്ട് മരണത്തെ. അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കുന്നവൻ എന്ത് ചെയ്യണം? ഒരുക്കത്തോടെ ഭക്ഷിക്കണം. കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്ത് സ്വർഗത്തേക്ക് പോകാനുള്ള യാത്രികനായി തീരണം. പരദേശി മോക്ഷയാത്രക്കാരനായിട്ട് തീരണം. പിന്നെ ഗൾഫിൽ പോയി കാശുണ്ടാക്കാനും, പിന്നെ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാനും, പിന്നെ അവിടെ പോയി ഇവിടെ പോയി അതും ഇതൊക്കെ ചെയ്ത് കാശുണ്ടാക്കി കൊണ്ടുപോയി സ്വരൂപിച്ചിട്ടിട്ട് അവസാനം നരകക്കുഴി പോയി വീഴരുതെന്ന് ഒരു ശക്തമായ താക്കീത് ഈ മെസ്സേജിൻ്റെ ഇടയിൽ ഞാൻ ചിലർക്കൊക്കെ ആയിട്ട് അങ്ങനെ തരിക. എനിക്കങ്ങനെ പറയാൻ തോന്നുക, അതുകൊണ്ട് ഞാനങ്ങ് പറയുക. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഈ ആട്ടുകുട്ടിയെ ഭക്ഷിക്കണം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? രക്തമെടുത്ത് കട്ടളക്കാലും കുറുമുടിമേലും പുരട്ടണം. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തമടയാളമായിരിക്കുമ്പോൾ ശത്രു എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. ബാധ നിങ്ങളുടെ വീടുകളിൽ അടുക്കയില്ല. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്തപ്പം തിന്നണം. പുളിച്ചത് എന്ത് ചെയ്യണം? വീട്ടിലൊന്നും കാണരുത്. പുളി എന്തിനെ കാണിക്കുന്നു? പുളി എന്തിനെ കാണിക്കുന്നു? പറ. ദുരുപദേശത്തെ കാണിക്കുന്നു. പുളിച്ച മാവ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം എടുക്കുക, വായിക്ക്. മത്തായി 16-ന്റെ 5-ാം വാക്യം, 11-12. മത്തായി 16-ന്റെ 5. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ഈ വിഷയങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ടായി പറയുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ പൊട്ടന്മാരെ പോലെ പോകുന്ന ഒരു വലിയ സമൂഹമായി ഇന്നത്തെ ക്രൈസ്തവ കോളം അതപ്പതിച്ചു. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നു. മത്തായി 16-ന്റെ 5-ാം വാക്യത്തിൽ ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. 11-12. മത്തായി 16-ന്റെ 11-12. പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തതുണ്ട്. അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. അപ്പോൾ പുളിച്ച മാവ് എന്താ? ദുരുപദേശം. ഇത് ദുരുപദേശം കൊണ്ട് മുങ്ങിക്കിടക്കുക സഭ. ദുരുപദേശത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഇന്നത്തെ ആത്മീക കൂട്ടങ്ങൾ. അതിൽ നിന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വേർതിരിഞ്ഞ് അവർ ഭവനങ്ങളിലും മറ്റിടങ്ങളിലൊക്കെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുക. കാരണം ഇവരുടെ കൂടെ നിന്ന പോക്കാണെന്നറിയാം. ഹല്ലേലൂയ. സഭയെ ദൈവം വെച്ചിരിക്കുന്നത്, സഭയുടെ ശുശ്രൂഷകന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താനാ. ഇന്നത് കാണുന്നില്ല. 10, 50, 60 പേരുണ്ടാക്കി വെച്ച് അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള ഒരു പ്രസ്ഥാനമാക്കി ഒരു ഗുഹയാക്കി വെച്ചിരിക്കുക. അതാ കർത്താവ് പറഞ്ഞത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. 60, 70, 80, 100, 130, 160, 300, 400, 500, 1000, 2000 വെച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടന്മാരും കൂട്ടങ്ങളെ പിടിച്ചടക്കിയിരിക്കുക. അവരുടെ ലക്ഷ്യം ഭൗതികമാണ്. ഹല്ലേലൂയ. പിണറായിക്കും വേണ്ടി, വീണയ്ക്കും വേണ്ടി കോയിലൂത്ത് നടത്തുന്ന അടിയുണ്ടാക്കിയവര്, ഈടിയുടെ കാറൊക്കെ തല്ലിപ്പൊളിച്ചവര്. പിണറായിയും മോളും ജീവിക്കുന്നത് AC റൂമിലാണ്. 3 ലക്ഷം മാസം വാടക കൊടുത്താൽ പുള്ളി ജീവിക്കുന്നത്. ഇവിടെ അവന് വാടക കൊടുക്കാൻ കാശില്ല. ഈ പമ്പര വിഡ്ഢികൾ ഇതെങ്കിലും മനസ്സിലാക്കണ്ടേ. ഒരു രാഷ്ട്രീയത്തിലും നമ്മൾ ആരും പോകരുത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇതുപോലെ പമ്പര വിഡ്ഢികളല്ല. രാഷ്ട്രീയം നമുക്കുള്ളതല്ല. ആര് ഭരിച്ചാലും ആ ഭരണത്തെ തുടച്ചു മാറ്റുമെന്നാണ് പുസ്തകം പറയുന്നത്. കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു പോകുമ്പോൾ കാണാൻ കഴിയും. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് കർത്താവായ യേശുക്രിസ്തുവാണ്. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4-5 സാമ്രാജ്യം ഈ ലോകം മുഴുവൻ ഭരിച്ചു. അവസാന ഭരണമാണ് ഡെമോക്രസി. കിങ്ഡം ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും ഡെമോക്രസിയിൽ വന്ന് ലോകം നിൽക്കുകയാണ്. ഡെമോക്രസിയും പരാജയമാണെന്നാണ് ഇരുമ്പും കളിമണ്ണും തരുന്ന പഠനം. അതിനെ പൊടിച്ച് തകർത്ത് തരിപ്പണമാക്കി ആ പൊടി മുഴുവൻ, ഭൂമി മുഴുവൻ നിറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം
മാനുഷിക ഭരണകൂടങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും, വാഴും രാജാവായിട്ട്. എനിക്ക് ആ കർത്താവിൻ്റെ രാജവാഴ്ചയിൽ ഉൾപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഒന്നാമത് നമുക്ക് രൂപാന്തര ശരീരം കിട്ടണം, ഉയർപ്പോ അല്ലെങ്കിൽ രൂപാന്തരമോ. 2, 1000 ആണ്ട് വാഴ്ചയിൽ ഒരു സീറ്റ് നമുക്ക് കിട്ടണം. 3, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നിത്യമായൊരു വാസം സ്വർഗീയ പിതാവിനോട് നമുക്ക് കിട്ടണം. ഈ 3 ആഗ്രഹങ്ങളെ മാത്രം ഹൃദയത്തിൽ താലോലിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ മതി. മറ്റാഗ്രഹങ്ങളെല്ലാം കൊന്നു കുഴിച്ചു മൂട്. ഇല്ലെങ്കിൽ ഒരൊറ്റ എണ്ണം സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. ലോകത്തിൽ മോഹിപ്പിക്കുന്ന പലതും നമുക്കുണ്ട് ഈ ലോകത്ത്. പണ്ടൊരു ഉപദേശി പറഞ്ഞ പോലെ ഈ സർക്കസ് കൂടാരങ്ങളിൽ ചെന്നാൽ ഓരോ ചെറിയ കേബിൻ ഉണ്ടാക്കി വെച്ച് ഓരോ പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരു കേബിന് സിഗരറ്റിൻ്റെ പാക്കറ്റ് വെച്ചിട്ട് റിങ് എറിഞ്ഞ് സിഗരറ്റ് എടുക്കുക. പിന്നെ വേറെ കുറേ വിലപ്പെട്ട സാധനങ്ങൾ അത് വെച്ചിട്ട് അതിൽ റിങ് എറിഞ്ഞെടുക്കുക. ഇതൊക്കെ സാത്താൻ്റെ കുറേ ചെപ്പൊടി വിദ്യകളാണ്. മനുഷ്യനെ പറ്റിക്കാനായിട്ട് സർക്കസ് കൂടാരം ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഈ ലോകമാകുന്ന സർക്കസ് കൂടാരത്തിൽ പലതും ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മളെ പണം കവർന്നെടുക്കാനും നമ്മളെ ജഡീകന്മാരാക്കി നരകത്തിൽ തള്ളാനുമുള്ള ലോകത്തിൻ്റെ പല മോഹ വലയങ്ങളാണ് ഈ ലോകത്തിലുള്ളത്, നല്ലൊരു ശതമാനം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവൻ്റെ ദിവ്യ സ്വഭാവം പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്. ഹല്ലേലൂയ. ഇതിനാണ് നമ്മൾ ഓടേണ്ടത്. ക്രിസ്ത്യ ജീവിതം നയിച്ച് സാത്താൻ ഈ ലോകത്തിൽ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ തകർക്കാൻ. അതിൽ പ്രധാനമായിട്ടും പല കാര്യങ്ങളും, അതൊന്നും രാഷ്ട്രീയമാണ്. ഭരിക്കണമെന്നുള്ള ആഗ്രഹം മോഹത്തിൽ സാത്താൻ കൊണ്ടുവരുന്നത് നിന്റെ കട പറിച്ച് കളയാനാ. കാശുണ്ടാക്കാനാണെങ്കിൽ പോയി ഭരിച്ച് കാശും പേടിച്ച് തിന്ന് സുഖിച്ച് നരകത്തിലോട്ട് പൊക്കോ, ഒരു കുഴപ്പമില്ല. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അല്ല, സ്വർഗരാജ്യം വേണോ, നിത്യമായ ജീവൻ വേണോ? യോഹന്നാൻ 3:16 എന്താ? 3:16 എന്താ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ, നിത്യജീവൻ, നിത്യജീവൻ. അപ്പോൾ യോഹന്ന ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ ഭക്ഷിക്കുന്ന ആട്ടിൻകുട്ടി ഏതാ? യേശുക്രിസ്തുവിൻ്റെ നിഴല. കൈപ്പിച്ചയിലൂടെ ഭക്ഷിക്കുക, കഷ്ടതയോട് ക്രിസ്ത്യ ജീവിതം നയിക്കുക. യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളും ഈ ലോകത്തിൻ്റെ പിറകെ ഓടുന്നവരായി തീരരുത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിലൂടെ ഞാൻ പരവിലുള്ള വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു, ലക്ഷ്യത്തിലേക്ക് ഓടുക. സ്വർഗരാജ്യം, ദൈവരാജ്യം പ്രാപിക്കാനുള്ള ഓട്ടമായിരിക്കണം. ഇവിടെ കിടന്ന് തലകുത്തി മറിയരുതേ. മറിഞ്ഞാൽ ലോകത്താലുള്ള മോഹത്തിൽ നിന്നെ സാത്താൻ കുരുക്കി നിന്നെ നിത്യ നരകാഗ്നിയെ കൊണ്ട് തള്ളിക്കളയും. ലോകത്തുള്ളതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പ്രമാണമില്ല. ലോകത്തിൻ്റെ സൗന്ദര്യ വസ്തുക്കൾ, ലോകത്തിൻ്റെ ആർഭാടങ്ങൾ, ലോകത്തിൻ്റെ വേഷവിധാനങ്ങൾ, ലോകത്തിൻ്റെ പലതും 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 ഉപേക്ഷിച്ചേ പറ്റും. ഒരു ഭാഷ പറയുന്നുണ്ട്, നമ്മുടെ പാട്ട് പോലും സംഗീത നിശ ലോകക്കാരുടെ ഭാഷയായി. ശരിയാ, 100% ശരിയാണ്. സംഗീത നിശ, മ്യൂസിക് നൈറ്റ്. ലോകക്കാരെ നമ്മൾ ഒപ്പിയെടുത്തിരിക്കുക. എത്രത്തോളം ലോകത്തിൽ നമ്മൾ അകന്നു പോയെന്നാണ് ആ സംഭവങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. ദൈവമക്കൾ കൂടി ഒന്ന് പ്രാർത്ഥിച്ചോ, ഇൻഷുറൻസ് ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചോ, പാടിക്കോ. പാടിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആത്മാവിലായി കഴിഞ്ഞ് ഇൻഷുറൻസൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ കളയണം. എന്നിട്ട് ആത്മാവിൽ ഇരുന്നങ്ങ് വലിച്ചെറിഞ്ഞ് കളയണമെന്നല്ല ഈ പറയണത്. പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പാടണം, ആത്മാവിൽ ആരാധിക്കണം. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് തന്ന പഠനം അതാ, കിട്ടിയ പഠനം അതാ. ഹല്ലേലൂയ. പാട്ടൊക്കെ പാടി ഇങ്ങോട്ട് വരുമ്പോൾ നോട്ട്സൊക്കെ തെറ്റും, അങ്ങ് മാറ്റി വെച്ചേക്കണം. നിന്റെ നോട്ട്സും കൂട്ട്സും വെച്ചുകൊണ്ടിരുന്നാൽ നിന്നെ സാത്താൻ ചുരുട്ടി കൂട്ടി നരകത്തിൽ കൊണ്ടേ തള്ളും. ആത്മാവിൽ പാടണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിൻ്റെ പാട്ടുകൾ. പൗലോസ് ശീലാസും കാരാഗൃഹത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സംഗീത ദശ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നോ? കയ്യും കാലും ആമത്തിലിട്ടിരിക്കുക. അവർ പാട്ട് പാടി സ്തുതിച്ചോന്ന് എഴുതിയിരിക്കുന്ന ആത്മാവിൽ പാടിയെന്ന് എഴുതിയിരിക്കുന്നേ. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത്
ഇപ്പം ഏത് വചനത്തെയാ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിച്ച് കളയാത്തത്? എല്ലാം തെറ്റിച്ച് കളയല്ലേ ചെയ്യുന്നത്. ആത്മാവിൻ്റെ ആരാധന മാറിയിട്ട് പാട്ട് കയറിയില്ലേ, ഡപ്പാങ്കൂത്ത് പാട്ട്. അതല്ലേ അവർ ആത്മാവിൽ പാടിയപ്പോൾ എന്ത് സംഭവിച്ചു? കാരാഗ്രഹം കുലുങ്ങി. വടക്കേണ്ടിയിലൊക്കെ ഇപ്പം ഈയിടയ്ക്ക് വേണ്ടിയിട്ട് IPCയിൽ ഒരു ഓള് ബോംബെ തകർത്തെന്ന്. എല്ലാവരും കൂടി ആ തകർത്ത സ്ഥലത്ത് പോയിരുന്ന ആത്മാവിൽ പാടി പ്രാർത്ഥിക്കേ. അതിന് പരിജ്ഞാനവും വിവേകവും സുബോധമുള്ള ശുശ്രൂഷന്മാരുണ്ടോ അവിടെ? എല്ലാം ചെടികന്മാരായി പോയില്ലേ? എടാ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ജനം അവിടെയുണ്ട്, ആത്മാവിൽ പാടുന്നവരവിടെയുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ പാടുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ജനം അവിടെയുണ്ടോ? അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പൗലോസ് ശീലാസിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെട്ടത് അവിടെ വെളിപ്പെടുമെന്നേ. ഇന്നും അത് വെളിപ്പെടുമെന്നേ. പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. ബോംബെറിയാമെന്ന RSSകാരൻ ബോംബ് പൊട്ടി അവൻ്റെ കാല് തുണ്ടം തുണ്ടമായി മുറിഞ്ഞിട്ട് അവനെ പൊക്കിയെടുത്തുള്ള വിശ്വാസികൾ ഇന്ന് നടക്കും. പല ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ക്യാപ്റ്റൻ ഷമുലിനെ തകർക്കാൻ വേണ്ടി വർഗീയവാദികൾ ആസൂത്രണം ചെയ്ത ആ പരിപാടി ദൈവം തകർത്ത് കളഞ്ഞു. അതിൻ്റെ പ്രധാന പ്രതി സ്കൂട്ടറെടുത്ത് പോകുന്ന സമയത്ത് ഒരു പോസ്റ്റിൽ തട്ടി തലമണ്ട പൊട്ടി ചെതറി, തലയുടെ ഉള്ളിൽ നിന്ന് പീസ് തലയ്ക്ക് വീണു, ചോര ഒഴുകി വീണു, പട്ടി നക്കി കുടിച്ചു. അത് കണ്ട് സുവിശേഷ വിരോധികൾ ഓടി സ്ഥലം വിട്ടു. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം അന്നും ഇന്നും പ്രവർത്തിക്കും. നമ്മളെ റൂട്ടെല്ലാം മാറിപ്പോയി, വ്യവസ്ഥയൊക്കെ മാറിപ്പോയി. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ മാറ്റിക്കളഞ്ഞു, ഉപദേശങ്ങൾ മാറ്റിക്കളഞ്ഞു. പാട്ട് ശുശ്രൂഷയും വചന പ്രഘോഷണങ്ങളും എല്ലാ ഉപദേശങ്ങളെല്ലാം നേരെ തലകുത്തനെ പോവുക. ഞാനതിന് സാധാരണ പറയാറുള്ളത്, റോമാസഭയെ പൗലോസ് ഇങ്ങനെ ഉപദേശിച്ചോ? കൊരിന്ത് സഭയെ ഇങ്ങനെ പൗലോസ് ഉപദേശിച്ചോ? ഗലാത്യ സഭയെ പൗലോസ് എങ്ങനെ ഉപദേശിച്ചോ? എഫേസിലെ സഭയെ എങ്ങനെ ഉപദേശിച്ചോ? ഫിലിപ്പി സഭയെ എങ്ങനെ ഉപദേശിച്ചോ? കൊലോസി സഭയെ എങ്ങനെ ഉപദേശിച്ചോ? തെസ്സലോനിക്ക സഭയെ എങ്ങനെ ഉപദേശിച്ചോ? അതുപോലെ ആ സഭകളെ ഉപദേശിച്ചതുപോലെ ആ അപ്പോസ്തലിക ഉപദേശം കൊണ്ട് ഇന്ന് കാണുന്ന സഭകളെയും ഉപദേശിക്കണം, പഠിപ്പിക്കണം. ഉപദേശ സഭയെ പഠിപ്പിക്കണം. പാട്ടും കൂത്തും ഒക്കെ അങ്ങോട്ട് നിർത്തിയിട്ട്, സങ്കീർത്തന വായനയൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട്, ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്നുള്ള കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്ത് അത് ഉപദേശിക്കണം സഭയെ. എന്തുവായി ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളിത് പറയുമ്പോൾ ഇത് ദുരുപദേശവും അവർ പറയുന്ന ചപ്പും ചെറും ഉപദേശവും അങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുക പലരും. പറയട്ടെ, എനിക്ക് അവരുടെ പിണക്കൊന്നുമില്ല. ക്യാപ്റ്റൻ ശമ്പൂലപ്പച്ചൻ പറഞ്ഞ പോലെ കാകളം തൊലിക്കുമ്പോൾ നമുക്കറിയാം ആരാണെന്ന്. ഉപദേശം പറഞ്ഞു വരുന്നത് ആരാ, ഉപദേശം പഠിപ്പിച്ചിരുന്നത് കാകളം തൊലിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഇവിടെ കിടന്ന് ബഹളമൊന്നും വെക്കണ്ട. രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും വാക്കുണ്ടാക്കാനും നമ്മൾ പോകണ്ട. നമ്മൾ ഉപദേശം പറയുക, സ്ഥലം വിട്ടേക്കുക. തർക്കവും വാദവും ദൈവസഭയ്ക്കില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കിടക്കുന്ന ആ ആട്ടിൻകുട്ടിയുടെ ചരിത്രം, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. ഞാനതിന് ആ ഭാഗത്തേക്ക് നിന്ന് നിത്യജീവൻ്റെ വചനത്തിലേക്ക് ഞാൻ വരികയാണ്. അതിൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിഴലായി കിടക്കുന്ന ആ ആട്ടിൻകുട്ടി പോലുള്ളതായി പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇത് ആരുടെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്? പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരുടെ മുമ്പിലാണ്, ഗലീലക്കടലിലെ ശിഷ്യന്മാരുടെ മുമ്പിലാണ്. അവരെ വിളിച്ച് വേർതിരിച്ച് അവരെ ഉപദേശിച്ച് അവിടെ നിഴലായിട്ട് കണ്ട ആട്ടിൻകുട്ടിയാകുന്ന യേശുക്രിസ്തു പൊരുളായിട്ട് ഈ സ്തോത്രം ഗലീല നാട്ടിൽ വന്ന് വചനം പ്രസംഗിച്ചു. പത്രോസിൻ്റെ പിന്നാലെ വരെ, യാക്കോബിൻ്റെ പിന്നാലെ വരെ, മത്തായിൻ്റെ പിന്നാലെ വാ. അങ്ങനെ 12 ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചു. അവരെ കൂടെ കൊണ്ടുനടന്ന് പഠിപ്പിച്ച് അവരെ അവസാനം മരിക്കുന്നതിന് മുൻപ് 17-ാം അധ്യായം എത്ര മനോഹരമായ നിലയിൽ 17-ാം അധ്യായം ഈ വചനം കേൾക്കുന്ന എല്ലാ പാസ്റ്റർമാരും വിശ്വാസികളും വായിച്ചു പഠിക്കണം. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അല്ല, അതിനു മുമ്പ് ആദ്യത്തെ ഒരു വചനം, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകിയാൽ അവർക്ക് ഞാൻ നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. നിൻ്റെ വചനം ഞാൻ അവർ കൊടുത്തു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനത് കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയച്ചിരിക്കുന്നു.
ഇതൊക്കെ മനോഹരമായ നിലയിൽ 17-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനതൊന്ന് വായിച്ചു തരുന്നതിലും എനിക്ക് സ്വത്രം സമയക്കുറവൊന്നുമില്ല. നമുക്കങ്ങനെ ഓടിച്ച് പ്രസംഗം തീർത്തിട്ട് പോകേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ആരും വായിക്കാതെ വിട്ടുകളയുന്നവരാണ്. ചിലരൊക്കെ വായിച്ചിട്ട് വല്ലതൊക്കെ വിളിച്ച് പറയും എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ടായില്ല. 17-ാം അധ്യായത്തിലെ പ്രസക്തമായ വാക്യം 6-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു. കണ്ടോ, പിതാവിനുള്ളവരാ പൗലോസ്, യോഹന്നാൻ, അവരൊക്കെ 10 ശിഷ്യന്മാർ. നീ അവരെ എനിക്ക് തന്നു, പിതാവ് അവർക്ക് യേശുവിന് കൊടുത്തത് അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ എനിക്കെന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. 6-ാം വാക്യം. നേരത്തെ ഞാൻ വായിച്ചത് 6-ാം വാക്യം, ഇപ്പോൾ വായിക്കുന്നത് 8-ാം വാക്യം. നീ എനിക്കെന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഇനി എൻ്റെ 11, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ എൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നിന്നെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. കാരണം വചനം അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് അവരെ കാത്തുകൊള്ളണമെന്ന് പറയുക. 14-ാം വാക്യം, ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. അവർ ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. ഇന്നത്തെ പാസ്റ്റർമാരും വിശ്വാസികളും ലൗകികന്മാരായിട്ടില്ലേ ജീവിക്കുന്നേ? ലോകത്തിൻ്റെ വേഷഭൂഷാദികൾ, ജാതികളെപ്പോലെ ജീവിക്കുന്ന കൂട്ടം. എന്താ ദൈവമക്കളെ ഇത്? ഇതെ തനിച്ചു മാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ അവരെണ്ണപ്പെടുന്നില്ല. നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ അണിഞ്ഞൊരുങ്ങലും ഭക്തന്മാരെ പോലെ ആയിരിക്കണം, ലോകക്കാരെ പോലെ ആകരുത്. സൗന്ദര്യവൽക്കരണം നടത്തുക, ഞാനത് പൊളിച്ചു പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിനക്കൊരു സൗന്ദര്യമുണ്ട് സഹോദര സഹോദരി, അത് അകത്തെ മനുഷ്യൻ്റെ സൗന്ദര്യമാണ്. അത് ദൈവകൃപയാലും ആത്മഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെട്ട ഒരു അണിഞ്ഞൊരുങ്ങല്ല. മനസ്സിലാക്കണോ? ഞാനിവിടെ കൂടുതൽ സമയം നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ പകച്ചത് ലോകപ്രകാരം ജീവിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് ലോകപ്രകാരം പോലെ ജീവിക്കുന്ന പെന്തക്കോസ്തുകാരെ ലോകം വായിക്കുന്നില്ല. മന്ത്രിസഭയിൽ പാസ്റ്റർ എന്ന പാസ്റ്ററിന് കസേരയാ. കാരണം വേർപാട് വിശുദ്ധി ഇല്ലാത്ത പാസ്റ്ററാ, ഗുണം പിടിക്കാത്ത പാസ്റ്ററാ. ഇതെന്നാ രാഷ്ട്രീയക്കാരും നമ്മളെടുക്ക വന്ന ഉപദേശിമാരുടെ കൂടെ കയറ്റിയിരുത്തിയിരിക്കുക. കാരണം ഉപദേശി പാത്രം എല്ലാം കണക്കാണ്. പണ്ട് ക്യാപ്റ്റൻ ശംഭുവിൻ്റെ കൂട്ടത്തിൽ പാസ് വന്നപ്പോൾ മന്ത്രിമാർ വന്നപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി പ്രത്യേക സ്ഥലം ഒരുക്കി കൊടുത്തു, പ്രത്യേക സീറ്റൊക്കെ കൊടുത്തു. കല്യാണത്തിന് പാസ്റ്റേഴ്സ് എന്നും പറഞ്ഞൊരു വിഭാഗത്തെ നമ്മൾ ബോർഡൊക്കെ വെച്ച് വേർതിരിക്കുമല്ലോ എന്ന പോലെ അവരവിടെ ഇരിക്കും. അതുപോലെ മന്ത്രിമാരും എം എൽ എമാരും വന്നാൽ അവരെ വേടെ ചില പാസ്റ്റർ കൂടെ ഇരുത്തുകയല്ല, അഭിഷക്തന്മാരുടെ കൂടെ, ഭക്തന്മാരുടെ കൂടെ, പ്രാസംഗികന്മാരുടെ കൂടെ ഇരുത്തുകയല്ല ചെയ്യുന്നത്. അവരെ മാറ്റിയിരുത്തും. ഇപ്പോൾ ചെന്നിത്തല വന്നാലും ഉമ്മൻചാണ്ടി വന്നാലും പിണറായി വന്നാലും പാസ്റ്ററിൻ്റെ ഇടയിലാണ് കയറിയിരിക്കുന്നത്. ഇതെല്ലാം കണക്കാണ്, എല്ലാം ഒരുപോലെയാണ്. ഇത് ആത്മീയരെന്ന് പറയുന്ന ഒരു കൂട്ടം ചെടികന്മാരെ ഭരിക്കുന്നു പാസ്റ്റർമാർ, മറ്റൊരു ലോക മനുഷ്യരെ ഭരിക്കുന്നു. എല്ലാം ഒന്നായി തീർന്നേ. ഇനി ഇതിൽ നിന്നൊരു വേർതിരിവുണ്ടാവണം. അതിനായി പ്രസംഗം. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ ഞാനെന്ത് പറയാനാണ്? എനിക്കിത് പറയാതിരിക്കാൻ പറ്റുമോ? നമുക്ക് നിത്യജീവൻ പ്രാപിക്കണ്ടേ? അപ്പം തിന്നാൻ വന്ന, കുടിയെണ്ണാൻ വന്ന ജനത്തുള്ള കർത്താവ് എന്താ പറഞ്ഞേ? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിൽ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നിത്യജീവൻ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് നോക്കാം. മത്തായി 19-ന്റെ 16 മുതലുള്ള വാക്യങ്ങൾ മാത്രം വായിച്ച് വിടുകയാണ് കേട്ടോ. അതൊക്കെ നിങ്ങളെടുത്ത് നിങ്ങൾ വായിച്ചോളാം. എനിക്കത് വായിച്ച് എല്ലാം പറഞ്ഞു തരാനുള്ള സമയം എൻ്റെ മുൻപിലില്ല. 16 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. അനന്തരം ഒരുത്തൻ വന്നവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എന്നോട്, നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുവനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക,
കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനങ്ങളെ കേട്ടിട്ട് ദുഃഖിച്ച്, അപ്പം നിത്യജീവന് വേണ്ടി വന്ന ഒരു ധനാഢ്യൻ്റെ ചിത്രമാണ് ഞാനിവിടെ വായിച്ചു കേട്ടു. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു ഉദാഹരണമാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കുള്ളിൽ കിടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അധികമൊന്നും വ്യാഖ്യാനമൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ വചനം അങ്ങ് വായിച്ചു വിടുക. ധനം നമുക്ക് ഒരു തടസ്സമാണ് സ്വർഗരാജ്യം പ്രാപിക്കാൻ. പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കർത്താവ് പറഞ്ഞത് ഞാനങ്ങ് പറയുക. ഒട്ടം സൂചിക്കുള്ളിൽ കിടക്കാനായിട്ട് ഒരു തടസ്സമുണ്ട്. എന്താ? അതിൻ്റെ മുഴ. അതുപോലെ ഈ ധനം ഒരു തടസ്സമാണ്. കർത്താവ് പറഞ്ഞിട്ട് നിക്ഷേപത്തിന് ഹൃദയം ഇരിക്കുമെന്ന് പറഞ്ഞു. ധനം കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മനസ്സതിലേക്ക് പതിയും. ചുമ്മാ ഒന്നും പറയണ്ട. അതിന് അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവപൂർവ്വം പ്രാപിച്ച ദൈവദാസന്മാരൊക്കെ വളരെ കുറവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ധനത്തെ അവരെ മുക്കിയിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ പലതുണ്ട്. ഡോക്ടർ കെ.പി. യോഹന്നാൻ സാറിൻ്റെ പ്രസംഗം കേട്ട് കിടുകിട പറച്ചൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമ്പാദ്യമൊക്കെ വന്നപ്പോൾ അദ്ദേഹം ചുമന്ന വസ്ത്രം, പട്ടുവസ്ത്രം, ഈ പടുവേശിയ ഇരിക്കുന്നൊരു വസ്ത്രമുണ്ട്, ധരിക്കുന്നൊരു വസ്ത്രമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ, ചുമന്ന വസ്ത്രം. ഈ പുള്ളി ചുമന്ന വസ്ത്രം ഇട്ട് തലയിൽ കിരീടവും വെച്ച് കയ്യിൽ അംശവടിയും പിടിച്ച് അതിൽ പാമ്പുമായിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം നമ്മളെ വിട്ടുപോയി, ദൈവകൃപ വിട്ടുപോയി. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടു സഹോദരൻ പറഞ്ഞത്, താറാവിൻ്റെ പിറകെ പുള്ളി നടന്നെങ്കിൽ പുള്ളിയെ നിത്യതയെ ചെന്നപ്പോൾ കാണാൻ പറ്റിയല്ലേ. ഈ എലി തന്നെയാ പറഞ്ഞത്. താറാവിൻ്റെ പിറകെ നടന്നെങ്കിൽ നിത്യതയെ ചെല്ലുമ്പോൾ പുള്ളിയെ കാണാമായിരുന്നു. താറാവിനെ വിട്ട് കോടിക്കണക്കിന് സമ്പത്തിൻ്റെ പിറകെ യാത്ര ആയപ്പോൾ എന്ത് പറ്റി? എല്ലാം ചോർന്നുപോയി. ദൈവകൃപ ചോർന്നുപോയി. ഉപേക്ഷിച്ചു കളഞ്ഞ അംശവസ്ത്രവും സർപ്പവും ഒക്കെ കയറി വന്നു. സർപ്പം ഹവ്വായി ഉപായത്തെ ചതിച്ചതുപോലെ പുള്ളിയെ ചതിക്കാനിടയായി. ധനം കൊടുത്തും കസേര കൊടുത്തും പല പ്രിയപ്പെട്ടവരെയും സാത്താൻ ചതിച്ചിട്ടിരിക്കുന്ന ചിത്രം കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ പന്തം പോലെ നിന്ന ദൈവദാസന്മാർ ഇന്ന് ചപ്പും ചവറും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ പ്രസംഗം കേട്ടാൽ നമ്മൾ ഓടി രക്ഷപ്പെടാൻ തോന്നും നമുക്ക്. ഒരു മഹാൻ പാട്ട് പാടി സർക്കസ് കളിക്കുക. സ്വത്രം. ഈ മുദ്ര വെച്ച് കളിക്കുന്നൊരു കളിയുണ്ടല്ലോ, ഓട്ടം തുള്ളൽ. ഭക്തനായ മനുഷ്യനായിരുന്നു. എൻ്റെ അർത്ഥം എന്താ? കുറേ സമ്പത്തും കുറേ സ്ഥാനമാനവും കുറേ കസേര പൊസിഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആത്മീയത ചോർന്നു പോയി. ഞാൻ രാവിലെ മോർണിംഗ് വാക്കിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ഒരു പാണ്ടി ലോറിയുടെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഓയിൽ ടാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു കാഴ്ച ഞാൻ കണ്ടു. ഓയിൽ തുള്ളിയായിട്ട് ചോർന്നു പോകുന്നു. അത് തുള്ളിയായിട്ട് ചോർന്നു പോയാൽ അത് എത്ര ദിവസം കഴിയുമ്പോൾ ആ ടാങ്ക് കാലിയാവും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കാലിയാവും. കണ്ടില്ലെങ്കിൽ അത് കാലിയായി പോകും. 5000 കിലോമീറ്റർ ഓടാൻ അടിച്ചിരിക്കുന്ന ഡീസല് 2000 വരുമ്പോൾ തീരും. സ്വത്രം. അതുപോലെ ആത്മീകമായ ചോർച്ച സംഭവിക്കും. ചോർച്ച. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒട്ടകം സൂചിക്കുള്ളിൽ കൂടി കിടക്കുന്ന പോലെ. ഇനി മർക്കോസ് 10:17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെയും ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് പോവുക. നിങ്ങൾ ഇത് മനസ്സിലാക്കി എടുത്തുകൊള്ളുക. 10:17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ തന്നെ വായിക്കാം, കാരണം ഇത് റെക്കോർഡാകണമല്ലോ. 10:17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു.
യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിന്മേൽ വിഷാദിച്ച് പൊയ്ക്കളഞ്ഞു. അവിടെയും കർത്താവ് പറയുന്നുണ്ട്, യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരുടെ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കളിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വേദഭാഗങ്ങളാണ്. സമ്പത്തുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കർത്താവ് എന്ത് പറഞ്ഞത്? പ്രയാസമാണെന്നാണ് പറഞ്ഞത്. കാരണം കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ഭക്തന്മാരുടെ ചരിത്രങ്ങളൊക്കെ, അതിൽ ഒരാളെ മാത്രം ഞാൻ എടുത്തു തരാം. സക്കായി വലിയ വലിയ കോടീശ്വരനായിരുന്നു. സക്കായിക്ക് എന്താ സംഭവിച്ചേ? യേശുവിനെ കണ്ടെത്തിയ മാത്രയിൽ പൊക്കം കുറവായിട്ട് കാട്ടത്തിലെ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ ചാടുപിടാന്ന് ഇറങ്ങി വന്നു. യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. യേശു ഒരിക്കലും അവനെ കുറ്റം പറഞ്ഞില്ല. എടാ കള്ള, ഉള്ള കാശെല്ലാം കൂടി ഉണ്ടാക്കി വെച്ച് വലിയ സുഖലോലുപനായിട്ട് ജീവിച്ച് എന്നെ കണ്ട് എൻ്റെ വചനമൊക്കെ കേട്ട് രക്ഷപ്പെടാൻ നോക്കണം, എല്ലാം ഉപേക്ഷിക്കണമെന്നുള്ള പറഞ്ഞു. ഒന്നും പറഞ്ഞു, ഒരക്ഷരം വേണ്ടിയില്ല. യേശുവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് അവന് വലിയ പാപബോധമുണ്ടാക്കി. അവനോട് നിന്നോട് പറയുക, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകയിൽ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഇരട്ടിയായി ഞാൻ കൊടുക്കുന്നു. ആ 2 കാര്യം ചെയ്തപ്പോൾ അവൻ ക്ലീനായി. അവിടെ ചതിവായി വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ്, ധനം വളരെ സമ്പാദിച്ച് കോടീശ്വരനായെന്നുള്ളത് ഉറപ്പ്. പകുതി ദരിദ്രർക്ക് കൊടുത്ത് ചതിവാങ്ങി 4 മടങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത ഞാൻ പറയുക, പൗലൂസ് പറഞ്ഞ പോലെ ഉണ്മാനും ഉടുപ്പാനുള്ളതുണ്ടായി. തിന്നു കുടിച്ചൊക്കെ പോകാം, അത്യാവശ്യം ഒരു നാനാക്കാറിലൊക്കെ പോകാം, അല്ലെങ്കിൽ ഒരു ചെറിയ കാറിലൊക്കെ പോകാം. ഞാൻ ആന ഓടിക്കുന്നുണ്ട്, ഞാനെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ദൈവങ്ങളെ ക്ഷമിക്കുക. ഒരു ചെറിയ കാറിലൊക്കെ പോകാം. ഇവിടെ 8-10 ലക്ഷം രൂപ കാറെടുത്തിട്ട് ഇവിടെ കിടന്ന് ഉണ്ടയിടുന്ന ആൾക്കാരെ എനിക്കറിയാം. പെട്രോൾ അടിക്കാൻ കാശില്ല, കാശിൻ്റെ ലോൺ കൊടുക്കാൻ കാശില്ല. പ്രാർത്ഥന, എന്ത് പ്രാർത്ഥന? പൊരുത്തക്കേട് കാണിച്ചു വെച്ചിട്ട് ആര് കേൾക്കാൻ ഈ പ്രാർത്ഥന? വിറ്റ് തുളച്ച് കളഞ്ഞിട്ട് അവനവൻ്റെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയെടുക്കുക എന്നാ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടേതായ കുറേ മുടന്ത ന്യായങ്ങൾ വചനത്തിനെതിരെ പറയരുത്, അത് വെച്ച് പ്രസംഗിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ സമ്പത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. ഈ വീട് പണിയുന്നവർ പണ്ടൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത്